Hello everyone, welcome to G-Pod Plus 2 Commerce and Humanities channel. It's me and Nafi. എല്ലാവർക്കും മക്കളെ പ്ലസ് ടു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിലെ ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സിനെ ക്ലബ് ചെയ്തിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത വീഡിയോ ആണ് ഇത്. നമ്മൾ 3 and 4 ചാപ്റ്റർ 3 and 4 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണം. ഒരു 1 word ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടെ. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് അബൌട്ട് ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷനെ കുറിച്ചിട്ടൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരത? 1990 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് VS സുക്തങ്കറിൻ്റെ ലീഡർഷിപ്പിൽ 1990 സ്റ്റാർട്ട് ചെയ്തൊരു പരിപാടിയാണ് എന്ത്, ക്രിട്ടിക്കൽ എഡിഷൻ ഓഫ് മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതം എന്താ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് VS സുക്തങ്കർ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സംസ്കൃത് കോളറിൽ എന്തായാലും ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. 12ഓളം പണ്ഡിതന്മാർ കൂടി ചേർന്നിട്ടാണ് എന്ത് തയ്യാറാക്കിയത്, മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ, അതായത് വിമർശനാത്മക പതിപ്പ് തയ്യാറാക്കിയത്. ഇവരെന്ത് ചെയ്തു, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ട് അവിടങ്ങളിൽ നിന്നൊക്കെയുള്ള മഹാഭാരതത്തിൻ്റെ പതിപ്പ് ഇവരെന്ത് ചെയ്തു, പണ്ഡിതന്മാർ ശേഖരിച്ചിട്ട് അതിലെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തു. അങ്ങനെയാണ് ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതം പ്രിപ്പയർ ചെയ്യുന്നത്. അറൗണ്ട് 13,000 പേജസിലെ 13,000ഓളം പേജുകൾ ഉണ്ടായിട്ടുള്ള ഒരു പുസ്തകമാണ് എന്ത്, ഇത് അറൗണ്ട് 47 ഇയേഴ്സ് 47ഓളം വർഷങ്ങൾ എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത്. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ അന്നത്തെ മറ്റൊരു ക്വസ്റ്റൻ ആണെന്ത്, ഡിസ്കസ് ദ റൂൾസ് ഓഫ് മാരേജ് എക്സിസ്റ്റഡ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് മഹാഭാരത കാലഘട്ടത്തിൽ നിലനിരുന്ന നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. എന്തൊക്കെയാണ് മഹാഭാരത കാലത്ത് നിലനിരുന്ന എന്ത് നിയമങ്ങളാണ്? വിവാഹ നിയമങ്ങളാട്ടോ. വിവാഹ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, അന്ന് എൻഡോഗമിയും എക്സോഗമിയും ഉണ്ടായിരുന്നു. അന്ന് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹമായിരുന്നു. അന്ന് എന്തുണ്ടായിരുന്നു, എൻഡോഗമി ആൻഡ് എക്സോഗമി. എന്താണ് എൻഡോഗമി? വിത്തിൻ ദ കിൻ, ഒരേ ജാതിയിൽ അല്ലെങ്കിൽ ഒരേ കുടുംബത്തിൽ ഒരേ മതത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു, എൻഡോഗമി. എക്സോഗമി എന്ന് പറയുന്നത് വ്യത്യസ്ത ജാതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത കുടുംബത്തിലുള്ള ആളുകൾ വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ എന്ത് വിളിക്കുന്നു, എക്സോഗമി എന്ന് വിളിക്കുന്നു. പിന്നെ അന്നത്തെ കാലത്ത് കന്യാദാനം, അതായത് ഒരു വിവാഹം കഴിപ്പിച്ച ഒരു പെൺകുട്ടിയെ വിവാഹ സമയത്ത് എന്ത് ചെയ്യും, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിക്കുക. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പം അന്നത്തെ കാലത്ത് എന്ത് ചെയ്യാണ്, ഈ ധർമ്മശാസ്ത്രത്തിലും ധർമ്മസൂത്രത്തിലൊക്കെ പറഞ്ഞതനുസരിച്ച് 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് ബ്രഹ്മവിവാഹമാണ് കേട്ടോ. രണ്ടാമത്തെ എന്താ, പ്രജാപതി വിവാഹമാണ്. മൂന്നാമത്തത് ആർഷ വിവാഹമാണ്. നാലാമത്തത് ദൈവ വിവാഹമാണ്. അഞ്ചാമത്തത് അസുര വിവാഹമാണ്. ആറാമത്തത് ഗാന്ധർവ വിവാഹമാണ്. ഏഴാമത്തത് രക്ഷാവിവാഹമാണ്. എട്ടാമത്തെ എന്താ, പൈശാച വിവാഹമാണ്. അപ്പോൾ നിങ്ങൾ റൂൾസ് ഓഫ് മാരേജ് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ പോയിന്റ് അവിടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യട്ടോ. എൻഡോഗമി എന്താണ്, എക്സോഗമി എന്താണ്, കന്യാദാനം എന്താണ്. ഇതിൽ 8 തരത്തിലുള്ള വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് അവിടെ ജസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് വേണ്ടത്. ഇതേ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷൻസ് വേണം, സ്റ്റഡി ടിപ്പ് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കട്ടോ. nafi.edupodലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പോ മോട്ടിവേഷനോ ഒക്കെ വേണമെങ്കിൽ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാൻ എന്ത് ചെയ്യും, എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ചോദിച്ചാൽ എന്താണ് ധർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ആളുകൾ ഫോളോ ചെയ്യേണ്ട, അന്നത്തെ കാലത്ത് ആൻഷ്യൻ ഇന്ത്യയിലുള്ള ആളുകൾ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്ട്, അതിൻ്റെ ഒരു പെരുമാറ്റ ചട്ടത്തെ വിളിക്കുന്ന പേരാണ് ധർമ്മശാസ്ത്രാസ് എന്നും ധർമ്മസൂത്രാസ് വിളിക്കാറുണ്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരാ, ബ്രാഹ്മണാസാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് കാസ്റ്റ് ആയിരുന്ന ക്ലാസ് ആയിരുന്ന ബ്രാഹ്മണന്മാരാണ് എന്ത് ചെയ്തത്, ഈ നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരുപാട് പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്, മനുസ്മൃതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മനുസ്മൃതിക്ക് അനുസരിച്ച് അന്നത്തെ കാലത്ത് ആളുകൾ ഒരുപാട് നിയമങ്ങളുണ്ട്. ചില ഒരുമിച്ച് ഡിഫറെൻറ്റ് കാസ്റ്റ്, വ്യത്യസ്ത ജാതിപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഇരിക്കാൻ പാടില്ല, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഒരുപാട് നിയമങ്ങൾ അന്നത്തെ കാലത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. ഇനി ഒരുപാട് തവണ 4 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിസ്ക്രൈബ് ദ വർണ്ണ സിസ്റ്റം ഇൻ ആൻഷ്യൻ ഇന്ത്യ. പുരാതന ഇന്ത്യയിലെ വർണ്ണ സമ്പ്രദായം ഒരുപാട് തവണ ഈ ഒരു ചാപ്റ്റർ എക്സാമിന് ചോദിച്ചാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യ അഥവാ പ്രാചീന ഇന്ത്യയിലെ വർണ്ണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 വർണ്ണങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തേതാ ബ്രാഹ്മണാസ് ആണ്, സെക്കൻഡ് വൺ ഏതാ ക്ഷത്രിയാസ് ആണ്, തേർഡ് വൺ ഏതാ വൈശ്യാസ് ആണ്, ഫോർത്ത് വൺ ഏതാ ശൂദ്രാസ് ആണ്. അപ്പോൾ ഈ 4 വർണ്ണങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ ബ്രാഹ്മണന്മാരുടെ ഡ്യൂട്ടി എന്താ, ഓരോരുത്തരും ഡ്യൂട്ടിയും പഠിച്ചു വെക്കണം കേട്ടോ. ദ ഡ്യൂട്ടീസ് ഓഫ് ബ്രാഹ്മണൻ എന്താ, സ്റ്റഡി ആൻഡ് ടീച്ച് ദ വേദാസിലെ വേദങ്ങൾ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുക. വേദങ്ങളിലെ ഋഗ്വേദം, സാമവേദം, അഥർവേദം എന്നുള്ള ആ വേദങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവിടെ ഡ്യൂട്ടിയാണ്. അതുമാത്രമല്ല പെർഫോം സാക്രിഫൈസസ്, യാഗങ്ങൾ നടത്തുക, രാജാക്കന്മാർക്ക് മറ്റൊക്കെ വേണ്ടിയിട്ട് യാഗങ്ങൾ നടത്തുന്നതും ഇവരുടെ ഡ്യൂട്ടി ആയിരുന്നു. രണ്ടാമത്തെ കാറ്റഗറിയാണിത് ക്ഷത്രിയാസ്. അവരായിരുന്നത് വാർഫെയർ ആൻഡ് റൂളിംഗ് ദ
റൂളേഴ്സ് ഓഫ് ദി കൺട്രി. യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതും രാജ്യം ഭരിക്കുന്നതും ആരായിരുന്നു? ക്ഷത്രിയാസ് ആയിരുന്നു കേട്ടോ. അതായിരുന്നു അവരുടെ ജോലി. പക്ഷെ ഇവർക്കും എന്ത് ചെയ്യാം, പിന്നെ വേദം പഠിക്കാം, പക്ഷേ യാഗങ്ങൾ നടത്താൻ പറ്റില്ല. യാഗം നടത്താനുള്ള ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കാം. മൂന്നാമത് വൈശ്യാസ് ആണ്. അഗ്രികൾച്ചർ, പാസ്റ്റോറലിസം ആൻഡ് ട്രേഡ്. കൃഷിയിലും അതേപോലെ കന്നുകാലി വളർത്തലിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്ന ആളുകളായിരുന്നു ആര്? വൈശ്യാസ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവർക്കും എന്ത് ചെയ്യാം, യാഗത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി കൊടുക്കാം. ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളായിരുന്നു ആര്? ശൂദ്രാസ് എന്ന് പറഞ്ഞിട്ട്. ശൂദ്രാസിൻ്റെ പണി എന്താ? ബാക്കിയുള്ളവരെ സേവിക്കുക, ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും ലോവർ ക്ലാസ് ആയിരുന്നു ആര്? ശൂദ്രാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബ്രാഹ്മണാസ് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തത്? ഈ വർണ്ണ സിസ്റ്റം, വർണ്ണ സമ്പ്രദായം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ആരാ? ബ്രാഹ്മണാസാണ്. അപ്പോൾ ഈ ബ്രാഹ്മണാസ് വർണ്ണ സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, ഈ ബ്രാഹ്മണാസ് എന്ത് ചെയ്യാണ്? വർണ്ണ സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ സർട്ടൻ സ്ട്രാറ്റജീസ്, ചില പിന്നെ ആശയങ്ങൾ അവരെന്ത് ചെയ്തു? നടപ്പിലാക്കി. അതിൽ ഒന്നാമത്തെ എന്താ? ദ അസേർട്ടഡ് ദാറ്റ് ദ വർണ്ണ ഓർഡർ ഇസ് എ ഡിവൈൻ വൺ. അല്ലേ, അവരെന്ത് ചെയ്തു? ആ നാട്ടിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഈ വർണ്ണ സമ്പ്രദായം ഫോളോ ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത സർട്ടൻ സ്ട്രാറ്റജീസ് അല്ലെ, ചില സ്ട്രാറ്റജീസ് അവർ കൊണ്ടുവന്നു. ഒന്നാമത്തെ എന്താ? വർണ്ണ ഓർഡർ ഇസ് ഡിവൈൻ വൺ, ദൈവകൽപ്പിതം, ദൈവം നേരിട്ട് വന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഒരാൾ ഏത് വർണ്ണത്തിൽ ജനിക്കുന്നോ അത് മാറ്റാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അത് മാത്രമല്ല, ദ അഡ്വൈസ് ദ കിങ് ടു എൻഷുർ ദാറ്റ് വർണ്ണ നോംസ് വെർ ഫോളോഡ് ഇൻ ദ കിങ്ഡംസ്. അല്ല, എന്ത് ചെയ്യണം? വർണ്ണ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടത് രാജ്യത്തെ രാജാക്കന്മാരുടെ ധർമ്മമാണെന്ന് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു. അത് മാത്രമല്ല, അവർ എന്ത് ചെയ്തു? ഓരോരുത്തരും ജനിക്കുന്നത് ഏത് വർണ്ണത്തിലാണ്, അതൊന്നും പിന്നെ മാറാൻ പാടില്ല. ആരെങ്കിലും മാറുന്നുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? ഇവർ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ഇപ്പോൾ മോട്ടിവേഷൻസ് ഒക്കെ വേണമെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, അടുത്ത 4ാമത്തെ ചാപ്റ്റർ ആണ് തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ്. അല്ലേ, ഇത് നിങ്ങൾ ഈ ഒരു മാത്സ് ഓഫ് ഫോളോയിങ് ഉണ്ടോ, ഇതിന് ആൻസർ ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. ഇതേപോലെയുള്ള, അതായത് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. പിന്നെ ഇവിടെ കണ്ടോ, അടുത്ത ക്വസ്റ്റ്യൻ ആണെന്ത്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് സ്തൂപാസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ബുദ്ധിസം. സ്തൂപങ്ങളുടെ സവിശേഷതകളും ബുദ്ധമതവുമായുള്ള ബന്ധം വിശദീകരിക്കാൻ 6 മാർക്കിന് എക്സാം ചോദിക്കുകയാണ്. അപ്പോൾ സ്തൂപങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ എന്താണ് സ്തൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ചൈത്യാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്താ ചൈത്യാസ് പറഞ്ഞാൽ? ശ്രീബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പ്ലേസ്, ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം, അതായത് ശ്രീബുദ്ധൻ ആദ്യമായി പ്രസംഗിച്ച സ്ഥലം, ശ്രീബുദ്ധൻ്റെ ശവശരീരം അടക്കം ചെയ്ത സ്ഥലം, അതിനൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? ചൈത്യാസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ചൈത്യങ്ങൾ? എക്സാമ്പിൾ ഒന്ന് ലുംബിനി, ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണ്. ബോധ്ഗയ, ശാരാനാഥ്, കുശിനഗര. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഇവർ എന്ത് ചെയ്തു? ഓരോരോ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ ഉണ്ടാക്കി. അതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? സ്തൂപങ്ങളായിട്ട് മാറിയത്. അപ്പോൾ എന്താണ്? ശ്രീബുദ്ധൻ്റെ ശവശരീരമൊക്കെ അടക്കം ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇവർ എന്തുണ്ടാക്കിയിരുന്നു? സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കട്ടോ. അപ്പം ബുദ്ധമതത്തിൻ്റെ ഒരു ചിഹ്നമായിട്ട് എന്ത് ചെയ്തിരുന്നു? സ്തൂപങ്ങളെ കണക്കാക്കിയിരുന്നു. അപ്പം ബഹാരൂത്തിലും അതേപോലെ തന്നെ സാഞ്ചിയിലും സാരാനാഥിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിൽ സ്തൂപങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്? ഐഡിയാസ് ഓഫ് ജൈനിസം. ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ് ജൈനമതത്തിൻ്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താ? എല്ലാത്തിനും ജീവനുണ്ട്. അത് കല്ലായാലും വെള്ളമായാലും പാറയായാലും എല്ലാത്തിനും ജീവനും ആത്മാവുണ്ടെന്ന് പറഞ്ഞത് ആരാ? ജൈനിസമാണ് കേട്ടോ. പിന്നെ അഹിംസ, നോൺ ഇഞ്ചുറി, ആരെയും വേദനിപ്പിക്കാതിരിക്കുക, പരിക്കേൽപ്പിക്കാതിരിക്കുക എന്നുള്ള അഹിംസ എന്നുള്ളത് ആരാശയമായിരുന്നു? ജൈനിസത്തിൻ്റെ ആശയമായിരുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ജൈനിസം ഈസ് ദ ക്രിയേറ്റർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. അതായത് ജൈനമതം അനുസരിച്ച് എന്താ? മനുഷ്യൻ തന്നെയാണ് സ്വന്തം വിധിയുടെ സൃഷ്ടാവ് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ എന്താണ്? അതായത് ഒരാൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ, ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണ് അയാളുടെ ജന്മത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നത് അവർ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യും? ജൈനമതത്തിന് ആശയം ചോദിക്കും. നിങ്ങളത് നിർബന്ധമായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് 3 രത്നാസ്, 3 രത്നങ്ങൾ. അതായത് ജൈനമതം ഫോളോ ചെയ്യുന്ന ആൾ 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ്? റൈറ്റ് ബിലീഫ്, അവരുടെ വിശ്വാസം ശരിയായിരിക്കണം. റൈറ്റ് നോളജ്, ശരിയായ അറിവായിരിക്കണം. റൈറ്റ് ആക്ഷൻ, ശരിയായ നടപടി ആയിരിക്കണം. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. അത് മാത്രമല്ല, ജൈനമതത്തിലെ മോങ്സ്, സന്യാസിമാർ ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയാണ്. എന്തൊക്കെയാണ്? നോൺ ഇഞ്ചുറി, ആരെയും പരിക്കേൽപ്പിക്കരുത്. നോൺ സ്റ്റീലിംഗ്, ആരിൽ നിന്നും മോഷ്ടിക്കരുത്. നോൺ അഡൾട്ടറി, വ്യഭിചരിക്കരുത്. നോൺ പൊസഷൻ, കൈവശപ്പെടുത്തരുത്. ഒബ്സർവേഷൻ ഓഫ് സെലിബസി, ബ്രഹ്മചര്യം നിരീക്ഷിക്കരുത്. ബ്രഹ്മചര്യം പിന്നെ ഫോളോ ചെയ്യരുത്, പിന്തുടരുത്. അപ്പോൾ ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ജൈനിസത്തെ ചോദിച്ച പോലെ തന്നെ എന്തും ചോദിച്ചേക്കാം, ബുദ്ധിസത്തെ കുറിച്ചിട്ടും എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ബുദ്ധൻ്റെ ആശയങ്ങൾ? നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തൊക്കെയാണ് ബുദ്ധൻ്റെ ആശയങ്ങൾ? ബുദ്ധിസം ബിലീവ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ട്രാൻസിയന്റ് ആൻഡ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ്. അല്ലെ, ലോകം എന്താണ്? ക്ഷണികമാണ് എന്നും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്ന് എന്ത് ചെയ്തു? ബുദ്ധിസം പഠിപ്പിച്ചു. ദ വേൾഡ് ഈസ് സോൾലെസ്, ലോകം ആത്മാവില്ലാത്തതാണ്. ദർ ഈസ് നത്തിങ് പെർമനന്റ് റിട്ടേൺ ഇൻ ദ വേൾഡ്, ലോകത്ത് സ്ഥിരമോ ശാശ്വതമായിട്ട് ഒന്നില്ല, എല്ലാത്തിനും എന്ത് സംഭവിക്കും? മാറ്റം സംഭവിക്കുന്നു ശ്രീബുദ്ധൻ പറയുകയാണ്. അപ്പോൾ ശ്രീബുദ്ധൻ്റെ
അടിസ്ഥാന തത്വങ്ങൾ 4 ഉണ്ട്, 6 സത്യാസം, പിന്നെ 8 അഷ്ടാംഗ മാർഗാസം ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ബുദ്ധമതത്തിൻ്റെ ആശയം ചോദിക്കാൻ നിങ്ങൾ 6 സത്യാസം എഴുതണം, അഷ്ടാംഗ മാർഗാസം എഴുതണം അല്ലേ. എന്താണ് 6 സത്യാസം പറയുന്നത്? ഒന്നാമത്തെ സത്യം എന്താ? ദ വേൾഡ് ഈസ് ഫുൾ ഓഫ് സഫറിങ്സ്, ലോകം കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. ഡിസയർ ഈസ് ദ കോസ് ഓഫ് ഓൾ സഫറിങ്സ്, ആഗ്രഹമാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. ദ സഫറിങ് കുഡ് ബി റിമൂവ്ഡ് ബൈ ഗിവിംഗ് മൈ ഡിസയേഴ്സിൽ, ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചാൽ ദുരിതങ്ങൾ അകറ്റാൻ കഴിയും. ആൻഡ് യു ഹാവ് ടു ഫോളോ 8-fold path അഥവാ അഷ്ടാംഗ മാർഗ്ഗങ്ങൾ. ഒരാൾ ബുദ്ധമതത്തിൽ കറക്റ്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അഷ്ടാംഗ മാർഗാസ് ഫോളോ ചെയ്യണം. എന്താണ് അഷ്ടാംഗ മാർഗാസ് എന്ന് പറഞ്ഞാൽ? ഒന്ന് റൈറ്റ് വ്യൂ, ശരിയായ വീക്ഷണം; റൈറ്റ് എയിം, ശരിയായ ലക്ഷ്യം; റൈറ്റ് സ്പീച്ച്, ശരിയായ സംസാരം; റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവർത്തനം; റൈറ്റ് ലിവ്ഹുഡ്, ശരിയായ ഉപജീവനം; റൈറ്റ് എഫേർട്ട്, ശരിയായ പരിശ്രമം; റൈറ്റ് കോൺസെൻട്രേഷൻ, ശരിയായ ഏകാഗ്രത; റൈറ്റ് മൈൻഡ്ഫുൾനെസ്, ശരിയായ ശ്രദ്ധ. ഈ 8 കാര്യങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കട്ടോ. അപ്പോൾ ശ്രീബുദ്ധനുമായിട്ട് ചോദിച്ചാൽ ഈ പോയിന്റ്സ് അഹിംസയും എന്തിലുണ്ട്? ശ്രീബുദ്ധൻ്റെ ആശയത്തിലുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണെന്ത്? മഹായാന ബുദ്ധമതം. ശ്രദ്ധിക്കണേ, പിൽക്കാലത്ത് കനിഷ്കൻ്റെ കാലഘട്ടത്തിൽ മഹായാന ബുദ്ധമതത്തിൻ്റെ എന്ന പേര് ബുദ്ധമതം 2ആയി തിരിയുന്നുണ്ട് അല്ലേ, മഹായാനം എന്നും ഹീനയാനം എന്നും. അപ്പോൾ മഹായാനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുതിയ ആശയമാണ്. ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം ബുദ്ധനെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ട് ബുദ്ധൻ ആദ്യമായിട്ട് തപസ്സിരുന്ന ബോധിവൃക്ഷത്തെയും ബുദ്ധൻ്റെ ചിത്രങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന രീതിയെ വിളിക്കുന്ന പേരാണെന്ത്? മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. പക്ഷേ ഹീനയാന ബുദ്ധിസം എന്താ? പണ്ടത്തെ കാലത്ത് ബുദ്ധൻ അവർ ദൈവത്തെ പോലെയല്ല കണ്ടത്, ഒരു രക്ഷാപുരുഷൻ അല്ലെങ്കിൽ ഒരു പ്രവാചകനെ പോലെയാണ് പണ്ടത്തെ കാലത്ത് ശ്രീബുദ്ധനെ കണ്ടിരുന്നത്. അതിന് വിളിക്കുന്ന പേരാണിത് ഹീനയാനം. മഹായാനം ഹീനയാനം ഉണ്ട് കേട്ടോ, അത് പഠിച്ചു വെക്കണേ. പിന്നെ അത് മാത്രമല്ല, മഹായാനം എന്ന് പറഞ്ഞാൽ വലിയ വാഹനം എന്നാണ്. അവർ ബുദ്ധൻ്റെ ചിത്രങ്ങളെയും പിന്നെ മരങ്ങളെയും ഒക്കെ ആരാധിച്ചു. അത് മാത്രമല്ല എന്താടാ, മഹായാനക്കാരെന്ത് ചെയ്യണം? സംസ്കൃതം ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കാനും തുടങ്ങി. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ബുദ്ധൻ്റെ ആശയങ്ങൾ, പിന്നെ അതേപോലെ ജൈനമതത്തിൻ്റെ ആശയങ്ങൾ, മഹാവീരനെ കുറിച്ചിട്ട്, അതേപോലെ തന്നെ ഇതേപോലെ 1 വേർഡുകളും എക്സാമിന് ചോദിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 വേർഡുകളാണ്. ഇതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഇതെല്ലാതെയും ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാൻ നമ്മൾ ലൈവ് ഡിസ്കസ് ചെയ്യും. ഇത് ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മോട്ടിവേഷണൽ സ്റ്റഡി റിപ്പോ വേണമെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഓർത്ത് വെക്കുക. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഈസി ആയിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഈ 1 വേർഡിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.